അവർ ന്യൂ ചാനൽ ആൻഡ് എ ന്യൂ വ്ളോഗ്. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണേ. അപ്പം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഞങ്ങളും ഫസ്റ്റ് ടൈമായിരുന്നു തിരുച്ചെന്തൂർ. പക്ഷേ അതൊരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസും നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് ട്രെയിൻസ് ഒന്നുമില്ല. തിരുനെൽവേലിയിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് തിരുച്ചെന്തൂർ പോകേണ്ടത്. ആസ് യൂഷ്വൽ ഞങ്ങളും അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അതായത് തിരുനെൽവേലിയിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് ട്രെയിനിന് തിരുച്ചെന്തൂർ പോകുക. പക്ഷേ 1.5-2 മണിക്കൂർ കഴിഞ്ഞേ ട്രെയിനുള്ളൂ എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ബസ്സിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ബസ്സിനാകുമ്പോഴത്തേക്കൊരു 2 മണിക്കൂർ മാക്സിമം അത്രയും ട്രാവൽ ചെയ്താൽ നമുക്ക് തിരുച്ചെന്തൂർ എത്തും. ട്രെയിന് പിടിക്കാൻ നിന്നാൽ വീണ്ടും 2 മണിക്കൂർ ഡിലേ ആവുന്നതുകൊണ്ടാണ് ബസ്സിന് പോയത്. അത് നമ്മുടെ ടൈമിംഗ് അനുസരിച്ചാണേ. ഞങ്ങൾ 5:30 ബസ്സിന് കയറിയതാണ്. ഒരു 7 മണി 7:30 ആയപ്പോൾ ഞങ്ങൾ എത്തി. ബസ്സിലെ യാത്ര അടിപൊളിയായിരുന്നു. അത് എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ ട്രെയിന് പോകുമ്പം കുറച്ച് സ്ഥലമല്ലേ കാണും. ബസ്സിനാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതുപോലെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ചെറിയ തോതിലാണെങ്കിലും ഒരു ചെറിയ സൺറൈസ് കാണാനും പറ്റി. സൺറൈസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ഇറങ്ങി എഴുന്നേറ്റപ്പം സൂര്യനെ കണ്ടു, അത്രേ ഉള്ളൂ. വെളുപ്പിനെ കയറിയതുകൊണ്ടാവാം എല്ലാവരും ഉറക്കത്തിലായിരുന്നു. അങ്ങനെ 2-2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ തിരുച്ചെന്തൂർ എത്തിയിരുന്നു. തിരുച്ചെന്തൂർ എത്തി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നല്ലൊരു ലോഡ്ജ് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾക്കൊരു ലോഡ്ജ് കിട്ടി. അടിപൊളി ലോഡ്ജ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് നല്ല വൃത്തിയുള്ള ബാത്റൂമും റൂമും എന്തുകൊണ്ടും നല്ല രസമായിരുന്നു. ഒരു വീട് പോലെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് അമ്പലത്തിൽ പോയിട്ടോ. അമ്പലത്തിൽ ഇങ്ങനെ 3 റൂമുകളായിട്ട് മാറ്റി ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് ഫസ്റ്റ് റൂം ഫുൾ ഇരിക്കണം, എന്നിട്ട് അടുത്ത റൂമുകാർ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ റൂമിലോട്ട് മാറണം. അങ്ങനെ 3 റൂമുകളായിട്ടായിരുന്നേ. അങ്ങനെ 3 റൂമുകൾ മാറി മാറി കയറി കഴിയുമ്പോൾ ഒരു വലിയ ലോങ് ലൈനാണ്. അത് കുറേ നടക്കാനുണ്ട്. പക്ഷേ എന്തോ ആ കടലിൻ്റെ കാറ്റടിക്കുകയും ഭയങ്കര ഫണ്ണായിരുന്നു. സമയം പോകുന്ന അറിയുന്നില്ല, നടന്ന് നീങ്ങുന്ന അറിയുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ആയിരുന്നു. വലിയ ലൈനായിരുന്നു അത്. സീസൺ ആയതുകൊണ്ട് ആകെ എത്രയും തിരക്ക്. എന്തായാലും നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്നും ഇരുന്നും കടന്നും കഥ പറഞ്ഞും പാട്ടുപാടിയും ഒക്കെ ഒരു വിധത്തിൽ ഞങ്ങൾ സമയം കളഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ്. കാരണം ഇത്ര നേരം നടന്ന് അവിടെ ചെന്ന് തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ചൂടും ദാഹവും എന്തുകൊണ്ടും ഭയങ്കര വിശപ്പ് എന്നാന്നറിയത്തില്ല, ഭയങ്കര വെപ്രാളമായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ലോഡ്ജിലോട്ട് നടക്കാൻ പോവാണ്. ഞങ്ങൾ ഏകദേശം 11 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ്. വൈകുന്നേരം രാത്രി എങ്ങാണ്ടായി ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പം. എന്തായാലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. സീസൺ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നിന്ന് തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതാണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വഴി കാണുമ്പോൾ അറിയാം ഭയങ്കര തിരക്കായിരുന്നു എന്ന്. പിന്നെ അടുത്ത് തന്നെയായിരുന്നു ലോഡ്ജ്, അതുകൊണ്ട് പിന്നെ ഒത്തിരി നടക്കണ്ട. പിന്നെ അമ്പലത്തിനടുത്ത് തന്നെ ഫുഡ് കഴിക്കാൻ നല്ല ഹോട്ടലും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടക്കാനായിട്ട് പതിയെ ഞങ്ങളങ്ങ് നടന്നു തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിയാണ് ഞങ്ങൾ കോപ്പറിൻ്റെ ഗ്ലാസ്സിൽ കോഫി കൊടുക്കുന്നത് കണ്ടത്. സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. പക്ഷേ കോഫിയൊക്കെ അതേപോലെ തന്നെ, പക്ഷെ ആ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ എന്തൊരു ഫീല്, അത്രയേ ഉള്ളൂ വ്യത്യാസം, വേറൊരു വ്യത്യാസമില്ല. എന്തായാലും അവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കോപ്പർ ഗ്ലാസ്സിലെ ആ കോഫി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ഒരു ആംബിയൻസും
എന്തുകൊണ്ടും നല്ലൊരു ഫീൽ, നമ്മളവിടെ താമസിക്കുന്ന ഒരു ഫീലായിരുന്നു.